ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായിട്ടുള്ള ഒരു പനീർ മസാല കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് ചപ്പാത്തി, പാലപ്പം, ഇടിയപ്പം, പൊറോട്ട, ചോറിൻ്റെ കൂടെ എല്ലാം വളരെ രുചികരമായിട്ടുള്ള ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലിത് തയ്യാറാക്കിയെടുക്കാനും സാധിക്കും. വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായിട്ടുള്ള ഈ പനീർ മസാല കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. എൻ്റെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഒരു കടായിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ വെച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ പനീർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പനീറാണ് ഞാനിവിടെ ഈ കറി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ആ പനീർ അതിലിട്ട് ആ മസാലയിലൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പൊടിയാതെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ പനീറിലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധിക സമയം വേണ്ട, ഏകദേശം ഒരു 2 മിനിറ്റ് നേരം മാത്രം ഈ ഫ്രൈയിങ് ചെയ്താൽ മതി. അധികം നേരം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മസാല കരിഞ്ഞു പോകും. അപ്പോൾ പനീറിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. മാത്രമല്ല പനീർ വല്ലാതെ ഹാർഡായി പോവുകയും ചെയ്യും. അപ്പോൾ 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഈ പ്രോസസ്സ് ചെയ്ത ശേഷം നമുക്ക് പനീർ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ അപ്പോൾ പനീറെല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാനായിട്ട് ഒരു കടായിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ താല്പര്യം ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഹോൾ സ്പൈസസ് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്ത് അതൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് കൂടെ ആ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് സോഫ്റ്റായി വരുമ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പൊടികളുടെ പച്ചമണം പോകുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്നും കൂടെ വഴറ്റി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വലിയൊരു തക്കാളി കുരുവും തൊലിയോട് കൂടിയിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതാണിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ആ തക്കാളിയുടെ എല്ലാം പച്ചമണം പോകുന്നവരെ നമുക്ക് ആ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം, അത്രയും മാത്രം മതി. 1/4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചില്ല പനീർ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഗ്രേവിയിൽ കിടന്ന് പനീർ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. ഇനിയിപ്പോൾ കറിയുടെ തിക്നെസ് ഇത്ര മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം ആ ഗ്രേവി എല്ലാം വല്ലാതെ കുറുകി വന്നിട്ടുണ്ട്. ഞാനിവിടെ പാലപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ മസാല കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് താല്പര്യം. അതുകൊണ്ട് ഞാനിവിടെ 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ കറി ചൂടാക്കാൻ. ഇനി വല്ലാതെ തിളച്ച് പോകരുത്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കറി തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കും. വളരെ ടേസ്റ്റിയാണ്. വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. പിന്നെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം.